ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്ക് നികുതിയില്ലാതെ സ്വർണം കൊണ്ടുപോകുന്നതിനുള്ള പരിധി മാറ്റി നിശ്ചയിക്കുന്നു. ആ നിയമത്തിനായി എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണല്ലോ ഇപ്പോൾ. അപ്പോൾ നിലവിലെ നിയമം എന്താണെന്ന് നോക്കാം. 2016 അപ്ഡേറ്റ് ചെയ്ത നിയമം അനുസരിച്ച് ഇവിടെ നിന്ന് നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാവുന്ന സ്വർണത്തിന്റെ പരിധി പുരുഷന്മാർക്ക് 20 ഗ്രാം വരെ എന്ന് പറയുമ്പോൾ അന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് 50,000 രൂപയിൽ താഴെയാണ് അതിന് മൂല്യം നിശ്ചയിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കാണെങ്കിൽ 40 ഗ്രാമും അതിന് ഏകദേശം 1,00,000 രൂപ വരെയായിരുന്നു അന്ന്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം. ഇപ്പോഴത്തെ സ്വർണ്ണവിലയായിട്ട് യാതൊരു തരത്തിലും ഈ അളവ് മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അടക്കമുള്ള നിരവധി പ്രവാസ സംഘടനകളുടെ നിവേദനത്തെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇതിലൊരു പരിഷ്കാരം വരുത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ മറ്റൊരു സൈഡ്, നികുതി അടച്ചുകൊണ്ട് നിലവിൽ നമുക്ക് 1 കിലോ സ്വർണ്ണാഭരണം വരെ 6 മാസത്തിലധികം വിദേശത്ത് താമസിച്ച ഒരാൾക്ക് കൊണ്ടുപോകാം. അത് സ്വർണ്ണാഭരണമായോ ഗോൾഡ് ബാറായോ ഗോൾഡ് കോയിനായോ ഒക്കെ കൊണ്ടുപോകാൻ അനുമതിയുണ്ട്. പക്ഷെ നമ്മൾ കൊണ്ടുപോകുന്ന സ്വർണത്തിന്റെ മൂല്യത്തിനനുസരിച്ച് നികുതി അടയ്ക്കണം. 13.7% അതിന് നിശ്ചയിച്ചിരിക്കുന്ന തോത്. അതും വരുന്ന രാജ്യത്തിന്റെ കറൻസിയിൽ തന്നെ അടയ്ക്കണമെന്നാണ് നിയമം. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് കസ്റ്റംസ് ക്ലിയറൻസ് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഡോക്യുമെന്റ്സ് കറക്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. സ്വർണ്ണാഭരണങ്ങൾ അങ്ങനെ വാങ്ങി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തന്നെ നികുതി അടയ്ക്കുന്നതോടൊപ്പം അതിൻ്റെ പർച്ചേസ് ഇൻവോയ്സ് അടക്കമുള്ള കാര്യങ്ങൾ പ്രോപ്പറായി കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും പ്രവാസികളുടെ ഈ ഒരു വർദ്ധിച്ച ആശങ്ക ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ നിയമം പരിഷ്കരിച്ച് എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും. ഇന്ത്യൻ രൂപയുടെ കാര്യം നോക്കിയാൽ റെക്കോർഡ് താഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദർഹത്തിന് 24.9 എന്നുള്ളൊരു നിലയിലാണ് ഇപ്പോൾ. അത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്നൊരു റേറ്റ് ആണെന്ന് നമുക്കൊക്കെ അറിയാം. പ്രവാസികളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നാട്ടിലേക്ക് പണം അയക്കാനൊക്കെ വളരെ അനുകൂലമായൊരു അവസ്ഥയാണത്. അതേസമയം ഇതിന്റെ ചില പ്രതിഫലനങ്ങൾ യുഎയിലെ മാർക്കറ്റുകളിലും കാണുന്നുണ്ട്. റീറ്റെയിൽ രംഗത്തെ എക്സ്പേർട്സ് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പല വസ്തുക്കൾക്കും യുഎഇ മാർക്കറ്റിൽ ഇപ്പോൾ വില കുറയുന്നതായിട്ടുള്ള ഒരു ട്രെൻഡാണ് കാണിക്കുന്നതെന്നാണ്. പ്രത്യേകിച്ച് ചുവന്നുള്ളി പോലുള്ള വസ്തുക്കൾക്കൊക്കെ കഴിഞ്ഞ കുറച്ച് നാളത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഇത്തരം വസ്തുക്കൾക്ക് വിലയിൽ 10% വരെ കുറവ് വന്നിട്ടുണ്ട് അത്ര. യുഎയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണല്ലോ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ 2025 ഈ ഒരു നില ഇങ്ങനെ തുടരുന്നത് മാർക്കറ്റിലും പ്രതിഫലിക്കുകയാണ്. അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ സ്ട്രീറ്റ് E10 ഭാഗികമായി അടച്ചിടുന്നു താൽക്കാലികമായി എന്നുള്ളൊരു അറിയിപ്പ് അബുദാബി മൊബിലിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഡിസംബർ 22 വരെയാണ് ഈ നിയന്ത്രണം. കഴിഞ്ഞ ദിവസം ഇത് ആരംഭിച്ചു. രാവിലെയും അതുപോലെ വൈകുന്നേരങ്ങളിലും ചില സമയത്താണ് റോഡ് ഭാഗികമായി മെയിൻ്റനൻസിന് വേണ്ടി അടച്ചിടുന്നത്. രാവിലെ ഓഫീസിലേക്കൊക്കെ പോകുന്ന ആളുകൾ ഈ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ടൈം ഒന്ന് പ്ലാൻ ചെയ്യുക. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ, 2025 ഡിസംബർ 10 ബുധനാഴ്ച.